വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല, ഇനി കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ ഓള് പോരാന്നും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളൊരു നോക്ക് കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനോട് 5 കൊല്ലത്ത് നോക്കിയത് ഞങ്ങളേറ്റവും ഒരു താങ്ങാവില്ല. ഹലോ ഫ്രണ്ട്സ്, വണക്കം, നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. സമൂഹത്തിൽ ഇടയ്ക്കിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് മക്കൾ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക, പിന്നെ വേറെ ഭാര്യയെയോ കാമുകയോ അങ്ങനെ വേറെ ആൾക്കാരെയൊക്കെ കൊല ചെയ്യുക. ഇങ്ങനത്തെ ഒരു പ്രവണത അടുത്തിടെ ധാരാളം ഈ യുവത്വത്തിൽ നിൽക്കുന്ന രക്തത്തിളപ്പോട് കൂടിയ ഉള്ള ചെറുപ്പക്കാരായ മക്കളെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉമ്മമാർ ആദ്യമേ തന്നെ ഇങ്ങനെ ഉള്ള മക്കളുടെ തെറ്റുകളൊക്കെ തിരുത്തി അവരെ നല്ല വഴിക്ക് കൊണ്ടുവന്നതിന് പകരം ഇവർ ചെയ്യുന്ന ഈ ക്രൂരതകളായാലും ശരി, ഇങ്ങനത്തെ ദുഷ്ടപ്രവൃത്തികളെ ഒക്കെ അത് ന്യായീകരിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം താമരശ്ശേരിക്ക് അവിടെ നടന്നതാണെന്ന് പറയുന്നു. ഉച്ചക്ക് 1:30-2 മണിയായപ്പോൾ ഞാൻ മോളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ വിളിച്ചപ്പോൾ ചോറുണ്ടോന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോറ് കളഞ്ഞ് ഉപ്പ എന്നിട്ട് ഉമ്മ എടുത്ത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലുകയും ചെയ്തെന്ന്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു ഓന് ഇന്നെയും ഓളെയും അതിൽ കയറ്റി ഓൻ പുറകിലും പോന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് ഉപ്പനെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇവളെന്ത് ചോദിച്ചിട്ടും പത്താനും പറയുന്നില്ല, എന്താണോ അവളെ പ്രശ്നമൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്നെ ഞാൻ ഓളെന്തോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓളം വന്ന് ചോദിക്കും, നിങ്ങൾ വരിയെന്നാണ്. അപ്പോൾ ഓളം ഉമ്മയും ഉപ്പയും വന്ന് കടയും പൂട്ടി വന്ന് പോലും ഞങ്ങളൊക്കെ അവളെ എത്തിയിട്ട് ഞങ്ങൾ 2 കൂട്ടരും ചോദിച്ച് ഓൻ എന്തോ എന്നെ ഇല്ല ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ ഞാൻ നിങ്ങളെപ്പോഴും പോകുന്ന എന്നെ കൂട്ടാൻ വന്നല്ലേ ഞങ്ങളൊന്ന് പറഞ്ഞു പോലും ഉപ്പയും ഉമ്മയും പറഞ്ഞു. അപ്പോൾ ഇപ്പം ഉമ്മയല്ല പറയുന്നു ഇവിടെ നിൽക്കുക, നിങ്ങൾ അവിടെയും ഇവിടെയായിട്ട് നിൽക്കുക, വാടകപ്പുര അങ്ങ് ഒഴിഞ്ഞു വായി കൊടുക്കുക, വില വേറെ ആക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു ഉളപ്പയും ഉമ്മയും ഞങ്ങളും പറഞ്ഞു ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതൊന്ന് പറഞ്ഞു കേൾക്കാണ്ട് ഉളർത്തി അടുത്തുള്ള 2 പേർക്ക് തമ്പിച്ചേട്ടനും ഒരു മുനീറും എന്ന് പറഞ്ഞ ആളും പിന്നെ ഇവന്റെ കൂട്ടുകാരൻ 2 ആളും ഇവരും കൂടി വീട്ടിൽ വന്ന് മോളെ എടുത്ത് ഓളെ ടെൻഷനും കാര്യമൊക്കെ മാറിയിട്ട് പോട്ടെ കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എന്ന് പോയി ഓല് 4 ആളെ മുഖാന്തര വില കൊണ്ടുപോയതാ. പോയി 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ടെൻഷൻ മാറിയിട്ട് കൊണ്ടുപോക്കാന്നാണ് പോയി. പിറ്റേന്നൊക്കെ എന്നെ വിളിക്കുകയും ചെയ്ത് മോളും ഓളെ പുതിയ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുത്ത് മോളത്. അപ്പോൾ അതൊന്നും വേണ്ട അങ്ങോട്ട് വരികയല്ലേ അത് ഇവിടെ നിന്നോട്ടെ എന്നാണ് പയത് മാത്രം വാങ്ങി ഞാൻ ഓലെ കൂടെ പോയി മോളെയും കൊണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി വാശി ഓനോട് പിടിക്കല്ലെങ്കിൽ വാശി പിടിക്കാണ്ട് ഇങ്ങ് പോരി, കുറച്ച് ദിവസം നിന്നിട്ട് ഇങ്ങ് പോരി എന്ന് പറഞ്ഞു. ഈ യാസിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും ഷിബിയ എന്ന യുവതിയും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഏതാണ്ട് 5 വർഷത്തോളം അവർ ഒരുമിച്ച് താമസിക്കുകയും 3 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവർക്കുണ്ട്. ഇവരുടെ ഈ സ്നേഹബന്ധത്തിന് വീട്ടുകാർ വളരെ എതിരായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ താമസിച്ചിരുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് ഈ യാസിൻ്റെ സ്വഭാവം വളരെ നന്നായിട്ട് ഷിബയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പിന്നെ പല ദുസ്വഭാവങ്ങളും കൂട്ടത്തിലുണ്ട്. ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയായ ഒരു വ്യക്തിയായിരുന്നു ഷിബിയ. തുടക്കത്തിൽ വന്ന് ഇവർ യാസിൻ്റെ വീട്ടിൽ താമസിച്ചെങ്കിലും പിന്നീട് വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് ഇവർ അങ്ങോട്ട് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടും ധാരാളം പ്രശ്നങ്ങളും എന്നും വന്നിട്ട് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും ഒരുപാട് പീഡനങ്ങളും ഒക്കെ ഷിബിയയ്ക്ക് സഹിക്കേണ്ടി വന്നെങ്കിലും വീട്ടുകാരെ ധിക്കരിച്ചിട്ടും ഇറങ്ങി വന്നതായതുകൊണ്ട് തിരിച്ച് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും വീട്ടുകാരോട് പോയി നിൽക്കുന്ന ആ ഒരു മാനക്കേട് ഓർത്തിട്ട് പുള്ളിക്കാരി ഇതൊക്കെ സഹിച്ച് വരികയാണ് ഉണ്ടായത്. ഈ വിവാഹം നടന്ന സമയത്ത് ഇവർക്ക് 2 പേർക്ക് അത്ര വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു. ഷിബിനയ്ക്ക് വെറും 18 വയസ്സും യാസിന് ഏതാണ്ട് ഒരു 22-23 വയസ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ജോലിയൊക്കെ അന്വേഷിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നത് ചിന്തിക്കുന്നതിന് പകരം ഇവർ ഇങ്ങനെ സ്നേഹത്തിനെ കുറിച്ചിട്ടും കല്യാണത്തിനെ കുറിച്ചിട്ടും ഒക്കെ ആലോചിച്ച് അതിന് പിറകെ പോവുകയും പിന്നീട് ധാരാളം ദുരിതങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. വീട് മാറിപ്പോയതിന് ശേഷം ഈ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ പല ദിവസവും ഇത് ആവർത്തിച്ചപ്പോഴേക്കും ഒരു ദിവസം ഈ ഷീബിന വന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോവുകയും അപ്പോൾ യാസിൻ എന്താണ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇതിനു മുമ്പ് പലതവണ ഇങ്ങനെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ മറക്കുകയും 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരി തിരിച്ച് വന്നില്ല.
മൂന്നാല് ദിവസം കഴിഞ്ഞാലും ഓൻ അവിടെ പോയി ഇങ്ങനെ ചായയും ചോറൊക്കെ കുടിച്ചിരിക്കുന്ന പോലെയായിട്ട് സംസാരിച്ചിരിക്കുന്നു പോരാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു നോക്ക് കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഞാനവിടെ 5 കൊല്ലം നോക്കിയത് ഞങ്ങളായിട്ട് ഒരു സ്ഥാനമില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ ഓളയ്ക്ക് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കി കണ്ടു പോകാൻ പറ്റാത്തത് അത്രയുള്ളൂ. എന്റെ മോക്കൊരു ഉമ്മല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ടൊക്കെ ഒരു വാശിപ്പുറത്തല്ലേ ഇതൊക്കെ വന്നത്, അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറയില്ലാത്ത ആൾക്കാരല്ലേ. എനിക്ക് ഒരു നോക്ക് കാണാനും ഉണ്ടാക്കി. അപ്പോൾ യാസിനാണെങ്കിൽ ദേഷ്യം വരികയും ഈ ഭാര്യയുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് തീ കത്തിക്കുകയും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഷിബിനയുടെ മാതാപിതാക്കൾ വന്നിട്ട് താമരശ്ശേരി പോലീസിൽ പോയി ഒരു പരാതി കൊടുക്കുകയും വിവാഹബന്ധം വേർപ്പെടുത്തണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു അവർക്കുണ്ടായത്. അപ്പോൾ യാസിനാണെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഷിബിയയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചെങ്കിലും ഷിബിയ ഈ അനുഭവങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തിരിച്ചു വരാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെയിരിക്കെ മെഹൽ കമ്മിറ്റി ഈ പ്രശ്നത്തിലൊക്കെ ഇടപെടുകയും വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള നടപടികളൊക്കെ ചെയ്യുമ്പോഴേക്കും ആദ്യമൊക്കെ യാസിൻ ഇതിന് സഹകരിക്കുന്ന പോലെയൊക്കെ നിൽക്കുകയും ചെയ്തു. ഈ സംഭവ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ SSLC സർട്ടിഫിക്കറ്റ് ഷിബിയയുടെ കൊടുക്കാനെന്നുള്ള വ്യാജേന ഈ യാസിൻ ഷിബിയയുടെ വീട്ടിൽ വരികയും അവിടെ നിന്ന് പിന്നെയും തിരിച്ചുപോയി വേറെ എന്തോ ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് മടങ്ങി വന്നപ്പോൾ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞാലും ഓൻ അവിടെ പോയി ഇങ്ങനെ ചായയും ചോറൊക്കെ കുടിച്ചിരിക്കുന്ന പോലെയായിട്ട് സംസാരിച്ചിരിക്കുന്നു പോരാന്ന് പറഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച ഒരു കുറ്റൂസം ഉണ്ട് ഓല ബന്ധത്തിലാടോ, അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞവൻ ഇവിടെ വന്ന് അവനോൻ പോയിട്ട് ഓല കോട്ടേഴ്സിൽ ആടല്ലേ താമസിക്കുന്നത്, അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് മോളതും ഓളതും പുതിയതും ഒരു ചെരുപ്പ് ഒരു കൂട്ടം എടുത്തുകൊണ്ട് കൊടുത്ത് ഞായറാഴ്ച കഴിഞ്ഞ് കുറ്റൂസം കഴിഞ്ഞ് തിങ്കളാഴ്ച പോരാന്ന് പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച വന്ന് ചെന്നപ്പം ബാപ്പ ഓളെ പോരാൻ പോന്നപ്പം ബാപ്പ പറഞ്ഞോലെ പിന്നെ ഓന്റെ കൂടെ ഇപ്പൊ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പൊ ഓക്ക് പേടിയായോലെ. അപ്പൊ ഓൻ പറഞ്ഞോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഓളങ്ങനെ പറയും, ഓള് പോരാന്ന് പറയും നിങ്ങൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്, ഞാൻ ഓളിക്കുമായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, പിന്നെ അത് എന്തിനാ അങ്ങനെ തടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞോലെ. അപ്പൊ ഓക്ക് അങ്ങനെ പോരാൻ പറ്റായിട്ട് ഓള് പോരുന്നില്ല എന്നാണ് മുമ്പ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് ബാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓളോട് പറഞ്ഞു. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു ആടുന്ന് പറഞ്ഞിട്ട് ഓള് പോരാൻ തയ്യാറുള്ള ഓനെന്തിനെങ്ങനെ നിർത്തും. എന്റെ മോളെ വിചാരിച്ചിട്ട് ഓന് വിടരുത്, ഓന് കാലാകാലം ഓളെ പോറ്റാനാവോ, എന്തിനാ ഓൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. വാപ്പാണ് ഇതിന്റെ കാരണക്കാരൻ. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ ഓള്. പുള്ളിക്കാരൻ നേരെ വീട്ടിലേക്ക് കയറുകയും അപ്പോൾ അയൽക്കാരിൽ ആരും ഇതിനൊക്കെ സാക്ഷി ഉണ്ടായിരുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. ഷിബിയെ ചെന്ന് കഴുത്തിൻ്റെ അവിടെ ചെന്ന് കുത്തുകയും അത് തടയാനായിട്ട് ശ്രമിച്ച മാതാപിതാക്കൾക്കും ഈ കത്തി കൊണ്ട് മുറിവേൽക്കുകയും അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈവിട്ട് പോയി. ഈ സംഭവത്തിന് ശേഷം യാസിൻ അവിടെ നിന്ന് കാറിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നെ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് യാസിൻ്റെ ഉമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനായിട്ട് ഇടയായി. വളരെ നിസ്സാരമായിട്ടാണ് അവർ ഈ വിഷയത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്. കാരണം മകൻ ഇത്രയും വലിയ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ പറഞ്ഞതുപോലെ മകനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സാധാരണ വിഷയമൊക്കെ ആയാൽ അത്ര വലിയ തെറ്റൊന്നും ഇല്ലെങ്കിൽ അതുകൂടി സാരമില്ല. പക്ഷേ ഈ ചെയ്ത ഓരോരോ കൊടും ക്രൂര കൃത്യങ്ങൾ ആ ചെയ്യാനുള്ളൊരു മനസ്സ് എവിടെ നിന്ന് വരുന്നു? ഇതിനു മുമ്പും ഇതുപോലെ വേറൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു. അഫാൻ ഇതേപോലെ ഒരു പ്രശ്നത്തിലൊക്കെ ഇടപെടുകയും ഉമ്മയുടെ സപ്പോർട്ട് വരികയും പിന്നെ ഉമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് സഹായിക്കും എന്ന് പറഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ മുമ്പ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രവണത പല സ്ഥലത്തും കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉമ്മമാരുടെ സപ്പോർട്ട് വളരെയധികം ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് ഇവർ ചെയ്യുന്ന തെറ്റുകളുടെ ഈ എന്ത് ഡെപ്തിലാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ മകളോടുള്ള സ്നേഹം മനസ്സിലുള്ളത് കൊണ്ടായിരുന്നു ആ ഉപ്പ സ്വന്തം മകളെ ആ നരകത്തിലോട്ട് തിരിച്ചു വിടാതെ വീട്ടിൽ വെച്ചിട്ട് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറയുകയും ചെയ്തു. ഇവിടെയും എന്താണ് കാണുന്ന പ്രശ്നം?
അതായത് വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യാസിനെ കുറിച്ചിട്ട് ഈ കല്യാണം വേണ്ട എന്ന് അവർ പല തവണ പറഞ്ഞെങ്കിലും ഈ പെൺകുട്ടികളിൽ പലരും ഈ എടുത്തുചാട്ടക്കാരായിട്ടുള്ള സ്വഭാവക്കാർ വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനത്തെ പയ്യന്മാരുടെ പുറകിലൊക്കെ പോകുന്നതിൻ്റെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നേയില്ല. കാരണം ഇവരിങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഒരു കുടുംബം നോക്കാനുള്ള കഴിവുണ്ടോ, അതിനുള്ള മാനസികാവസ്ഥ ഇവർക്കുണ്ടോ, പോയാൽ ഈ സ്ത്രീകളുടെ ഈ കുട്ടികളുടെ ജീവിതമൊക്കെ എങ്ങനെ ആ കുടുംബത്തിൽ മുമ്പോട്ട് പോകും, പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും, ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. അപ്പോൾ കണ്ടു എന്തുകൊണ്ടോ ഒരു സ്നേഹം തോന്നി വീട്ടുകാരോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരവരുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറാതെ ഉറച്ചു നിൽക്കും. കാരണം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് വിചാരിച്ചാലും തടയാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇവർക്കിതൊക്കെ ഇങ്ങനെ പോകാതെ ഈ മാതാപിതാക്കൾ പറഞ്ഞത് ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തമായി തീരില്ലായിരുന്നു ഈ പെൺകുട്ടിയുടെ ജീവിതം. പക്ഷേ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി അതിനെക്കുറിച്ചിട്ട് പറയുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ഇതൊക്കെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു പാഠമായി അവർ ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പല വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി, ഇതൊക്കെ ആകാതെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പോകുന്നതിലൊന്നും, അതും ഇതുപോലെയുള്ള ഈ പയ്യനാണെങ്കിൽ നല്ലൊരു ഉദ്യോഗമോ നല്ലൊരു സ്വഭാവമോ അങ്ങനെ യാതൊരു ഒരുപാട് ദുശ്ശീലങ്ങളൊക്കെ ഉള്ള ഈ ഒരു സ്ഥിതിയിൽ ഈ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ എപ്പോഴും സ്വന്തം മക്കളുടെ നന്മയെക്കുറിച്ച് ആലോചിച്ച് അവർ ഓരോരോ തീരുമാനങ്ങൾ, അവർക്ക് ലോകാനുഭവം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്നും ഈ കുട്ടികൾക്ക് ഒരു കാര്യമേ അല്ല. അത് വളരെ നിസ്സാരമാണ്. ഈ വയസ്സായ അച്ഛനും അമ്മയും ഇന്നത്തെ മോഡേൺ യുഗത്തിനെ കുറിച്ചിട്ട് അവർക്ക് എന്തറിയാമെന്നുള്ളൊരു രീതിയിലത്തെ ചിന്തകളാണ് ഇവരിൽ പലർക്കും. അപ്പോൾ അതൊന്നും അവർ കൂട്ടാക്കാതെ എടുത്തുചാട്ടത്തിൻ്റെ ഫലം പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അധികം വാർത്തകൾ ഇതുപോലെ വരുന്നത് ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവവും ഇത് എല്ലാവർക്കും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പാഠമായിരിക്കട്ടെ. അതിൽ നിന്ന് എന്തെങ്കിലും അനുഭവം ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഉടനെ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.